ഭർത്താവിനാണ് സഹിക്കണതിന് ക്ഷമിക്കണതിന് ഒരു പരിധിയുണ്ട്. ഈ വീട്ടിൽ എൻ്റെ കുറ്റമല്ലാതെ ഒരു നല്ല കാര്യം ഒരു മനുഷ്യനും പറയുന്നില്ല. കുറ്റപ്പെടുത്തൽ കേട്ട് കേട്ട് ഞാൻ മിക്കവാറും ഒരു കുറ്റവാളിയാവും. ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയത്. അതിലും അവൻ പറയണം അവൻ ഞാനിവിടെ ഒന്നും ചെയ്യണില്ല. ഉള്ള വീട് ചെതലും കയറി ഇടിഞ്ഞ് വീഴാറായി. ഒരു മനുഷ്യനും അതൊന്ന് വൃത്തിയാക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. അതിനും ഇനി ഞാൻ തന്നെ വേണം. ഇതൊക്കെ മേളിലൊരാളിരുന്നെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഒരു ഭാര്യയുണ്ട്. ഈ ലോകത്ത് ഭർത്താവിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയിട്ടുള്ള എവളായിരിക്കും. ഈ കണ്ട ചെതലിനെല്ലാം കൂടെ അടിക്കുക ഈ മരുന്ന് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളത് വെച്ച് ഉള്ളതുപോലെ ഞാൻ ചെയ്യാം. ബാക്കി അവൻ വേണമെങ്കിൽ ചെയ്യട്ടെ. ചെതലിൻ്റെ മരുന്ന് തന്നെ എന്തോന്ന് ക്ലീറ്റോ ഡാഡി ഡാഡി അയ്യോ എന്ത് ഞാൻ വെള്ളം ഉണ്ടാന്ന് നോക്കിയതാണ്. അയ്യോ എന്ത് ചേച്ചി ക്ലീറ്റോന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റാനാണ്? രാവിലെ വഴക്കിട്ടില്ലേ? ആ അപ്പൊ ഞാൻ ക്ലീറ്റോനോട് പറഞ്ഞു നിങ്ങൾ പോയി ചാവണത് നല്ലത്, എനിക്ക് ഇച്ചിരി വിഷം മേടിച്ചത് എന്ന് പറഞ്ഞ ക്ലീറ്റോ ചേട്ടൻ അത് കേട്ടെ ചാകാൻ പോവുകയല്ലേ? പോവിടുന്നു. ഇല്ല എനിക്ക് പേടിയാവുന്നു. ചേച്ചി ക്ലീറ്റോ ചേട്ടൻ പുറത്തോട്ട് വല്ലതും പോയിട്ടുണ്ടോ? പുറത്തോട്ട് പോവില്ല. അയ്യോ എന്ത് ക്ലീറ്റോ ചേട്ടാ ചേച്ചി ക്ലീറ്റോ ചേട്ടാ എന്ത് പറ്റി? അയ്യോ ചേട്ടലിന്റെ മരുന്ന് ക്ലീറ്റോ. അതൊന്നും ആയിരിക്കത്തില്ല ക്ലീറ്റോ ചേട്ടാ എഴുന്നേറ്റേ. ക്ലീറ്റോ അതേ മുത്തുകാരേന് ക്ലീറ്റോ ക്ലീറ്റോ ചേട്ടാ